2026 ലോകകപ്പിൽ ആദ്യ ജയം സ്വന്തമാക്കി പോർച്ചുഗൽ. ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ടാം മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ 1-നെതിരെ 5 ഗോളുകൾക്കാണ് പോർച്ചുഗൽ തരിപ്പണമാക്കിയത്. നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുകളോടെ തന്റെ ലോകകപ്പ് വേട്ടയ്ക്കും തുടക്കമിട്ടു. ഹൂസ്റ്റണിൽ കളി തുടങ്ങി 6-ാം മിനിറ്റിൽ തന്നെ പോർച്ചുഗൽ അക്കൗണ്ട് തുറന്നു. വലതുവിങ്ങിൽ നിന്നും പെഡ്രോ നെറ്റോ നൽകിയ മനോഹരമായ ക്രോസ് സ്വീകരിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ പായിച്ച ഫസ്റ്റ് ടൈം ഷോട്ട് ഉസ്ബെക്കിസ്ഥാൻ വല തുളച്ചു കയറുകയായിരുന്നു. പോർച്ചുഗലിന്റെ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ട റൊണാൾഡോ ലോകകപ്പ് ചരിത്രത്തിൽ 6 വ്യത്യസ്ത എഡിഷനുകളിൽ ഗോൾ നേടുന്ന ആദ്യ കളിക്കാരൻ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. തൊട്ടുപിന്നാലെ 17-ാം മിനിറ്റിൽ തകർപ്പൻ ഫ്രീ കിക്കിലൂടെ നുനോ മെൻഡസ് പോർച്ചുഗലിന് 2-ാം ഗോൾ സമ്മാനിച്ചു. 29-ാം മിനിറ്റിൽ ഉസ്ബെക്കിസ്ഥാൻ കളിയിലേക്ക് തിരിച്ചു വരുമെന്ന് തോന്നിച്ചു. ഗ്യാനിഷിന്റെ മനോഹരമായ ലോങ് റേഞ്ചർ ഷോട്ട് പോർച്ചുഗൽ വലയിലെത്തിയെങ്കിലും ഗോൾ ബിൽഡപ്പിൽ ഫൗൾ കണ്ടെത്തിയ റഫറി ആ ഗോൾ അസാധുവാക്കി. ഈ തിരിച്ചടിക്ക് പിന്നാലെ 39-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസ് നൽകിയ അളന്നു മുറിച്ച ത്രൂ ബോളിൽ നിന്നും റൊണാൾഡോ തന്റെ രണ്ടാമത്തെ ഗോളും നേടി പോർച്ചുഗലിനെ 3-0 മുന്നിലെത്തിച്ചു. രണ്ടാം പകുതിയിലും പോർച്ചുഗൽ ആക്രമണം തുടർന്നു. 60-ാം മിനിറ്റിൽ പോർച്ചുഗലിന്റെ ഒരു ഫ്രീ കിക്ക് തട്ടിയകറ്റാൻ ശ്രമിച്ച ഉസ്ബെക് ഗോൾ കീപ്പർ നെമാറ്റോവിന് പിഴച്ചു. കീപ്പറുടെ കൈകളിൽ തട്ടി പന്ത് സ്വന്തം വലയിലേക്ക് തന്നെ കയറിയതോടെ പോർച്ചുഗലിന്റെ ലീഡ് 4-ആയി ഉയർന്നു. മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ പകരക്കാരനായെത്തിയ റാഫേൽ ലിയാവോ പോസ്റ്റിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലേക്ക് പന്തടിച്ചു കയറ്റി പോർച്ചുഗലിന്റെ വിജയം പൂർത്തിയാക്കി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.